രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആവാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. എന്തൊക്കെയായിരുന്നു? ഒന്ന്, രണ്ട് മെട്രിക്സുകളുടെയും ഓർഡർ സെയിം ആയിരിക്കണം. പിന്നെ അവയുടെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് മെട്രിക്സ് എക്സ് പ്ലസ് 3 z plus 4 2y minus 7 minus 6 a minus 1 0 b minus 3 minus 21 0 equal to the matrix 0 6 3y minus 2 minus 6 minus 3 2c plus 2 2b plus 4 minus 21 0. Then find the values of a, b, c, x, y and z. അപ്പോൾ നമുക്ക് രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിലെ ഈ അൺനോൺസിൻ്റെ എല്ലാം വാല്യൂസ് കണ്ടുപിടിക്കണം. എക്സ്, വൈ, സെഡ്, എ, ബി ആൻഡ് സി, ഇത്ര എണ്ണത്തിൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ മെട്രിക്സ് ആണ്. രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെന്ന് പറഞ്ഞെന്നാൽ അവയുടെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് രണ്ട് മെട്രിക്സുകളുടെയും ഈക്വൽ ആയിരിക്കണമല്ലോ. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് എക്സ് പ്ലസ് 3, സെക്കൻഡ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 0. സോ വി ക്യാൻ സേ എക്സ് പ്ലസ് 3 ഈക്വൽ ടു 0. എക്സ് പ്ലസ് 3 ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് 3 ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു -3. 3യെ ഈ സൈഡിലേക്ക് കൊണ്ടുപോയി കഴിയുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു -3 എന്ന് കിട്ടും. ഇനി സെക്കൻഡ് എലമെൻറ്റ് നോക്കിക്കേ. ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ്. ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് ഫസ്റ്റ് മെട്രിക്സിൻ്റെ z+4 ആണ്. രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആയതുകൊണ്ട് സെക്കൻഡ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റുമായിട്ട് ഇത് ഈക്വൽ ആയിരിക്കണം. സോ z+4 ഇസ് ഈക്വൽ ടു 6. z+4 ഇസ് ഈക്വൽ ടു 6 ഇംപ്ലൈസ് എന്ത് കിട്ടും? സെഡിൻ്റെ വാല്യൂ z ഇസ് ഈക്വൽ ടു 6 minus 4. z is equal to 6 minus 4 which is equal to 2. അപ്പോൾ നമുക്ക് എക്സിൻ്റെയും സെഡിൻ്റെയും വാല്യൂ കിട്ടി. ദെൻ y, ഫസ്റ്റ് റോയിലെ തേർഡ് എലമെൻറ്റ്, അതും രണ്ട് മെട്രിക്സുകൾക്കും ഈക്വൽ ആയിരിക്കണം, മെട്രിക്സ് ഈക്വൽ ആയതുകൊണ്ട്. സോ നമുക്ക് എന്ത് പറയാം? 2y minus 7 is equal to 3y minus 2. 3y minus 2 which implies ഈ y രണ്ടും കൂടെ നമുക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ എങ്ങനെയാവും? 3y minus 2y എന്ന് എടുക്കാം. ഓക്കെ, 3y മൈനസ്, സൈഡ് മാറ്റി എഴുതുന്നതുകൊണ്ട് പ്രശ്നമുണ്ടെങ്കിൽ കിടക്കുന്ന അതേപോലെ കിടന്നോട്ടെ. ഓക്കെ, ഈ -7 തന്നെ ഇവിടെ കിടന്നോട്ടെ, അല്ലെങ്കിൽ ഓക്കെ 2y ഇവിടെ കിടന്നു, ഞാൻ 3yയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്ന് വന്നു 2y minus 3y is equal to -2 -7. ഈ -7 ഈ സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? +7 ആവും. -2 +7 which implies 2y minus 3yയുടെ വാല്യൂ -y. So -y is equal to -2 plus 5, sorry, -2 plus 7, 5. 5 -5 is equal to 5. അപ്പോൾ yയുടെ വാല്യൂ എന്താണ്? -5. രണ്ട് സൈഡിലും ഒരു മൈനസ് വെച്ച് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ -y പ്ലസ് y ആയി. സോ -y. അപ്പോൾ ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, വിച്ച് ഇംപ്ലൈസ് y is equal to -5. അപ്പം എക്സ് വൈ ഇസഡിൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടി അല്ലേ? എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു -3,
y is equal to -5, z is equal to 2. ഇനി എന്തും കൂടെ കണ്ടുപിടിക്കണം, എ ബി സിയുടെ വാല്യൂസും കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. അത് ഇതുപോലെ തന്നെ ഇവിടെ എയുടെ വാല്യൂ കാണാനായിട്ട് എ വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു എലമെൻ്റ് എടുക്കുക. അപ്പോൾ ഇവിടെ സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റിലാണ് എ ഉള്ളത്. സോ അത് അടുത്ത മെട്രിക്സിലെ സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുക. ദറ്റ് ഈസ് a - 1 is equal to -3. So a - 1 is equal to -3, which implies എയുടെ വാല്യൂ എന്ത് വരും, a ഈക്വൽ ടു ഈ -1 ഇങ്ങോട്ട് വരും. അപ്പോൾ അത് a ഈക്വൽ ടു -3 + 1 ആവും, ഈക്വൽ ടു -3 + 1 -2, a ഈക്വൽ ടു -2. ദെൻ അടുത്തത് ബിയുടെ വാല്യൂ b - 3. ഇത് വന്നിരിക്കുന്നത് ഏത് റോയിൽ ഏത് കോളത്തിലാണ്, തേർഡ് റോയിൽ ഫസ്റ്റ് കോളം. അപ്പോൾ അത് സെക്കൻഡ് മെട്രിക്സിലെ സെയിം എലമെൻറ്റുമായിട്ട് ഈക്വൽ ആയിരിക്കും. സോ വി ഹാവ് b - 3 is equal to 2b + 4, which implies b - 2b. b - 2b is equal to ഈ 3യെ നമ്മൾ അടുത്ത സൈഡിലേക്ക് കൊണ്ടുപോയി 4 + 3 ആവും, -3 സൈഡിലേക്ക് വരുമ്പോൾ +3 ആവും, ഈക്വൽ ടു വിച്ച് ഇംപ്ലൈസ് b - 2b - b is equal to 7. -b is equal to 7 ആണെങ്കിൽ b ഈക്വൽ ടു -7. നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് സൈഡിലും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. -(-b) is equal to -7 എന്ന് കിട്ടും. ദറ്റ് ഈസ് b is equal to -7, വിച്ച് ഇംപ്ലൈസ് b ഈക്വൽ ടു -7. എയുടെയും ബിയുടെയും വാല്യൂ കിട്ടി. ഇനി സി. ഈ ഫസ്റ്റ് മെട്രിക്സിൽ സി വരുന്ന ടേമൊന്നുമില്ല. സോ സെക്കൻഡ് മെട്രിക്സിൽ സെക്കൻഡ് റോയിൽ തേർഡ് എലമെൻറ്റ് സിയെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. സോ ഇത് ഫസ്റ്റ് മെട്രിക്സിലെ സെക്കൻഡ് റോയിലെ തേർഡ് എലമെൻറ്റുമായിട്ട് ഈക്വൽ ആയിരിക്കും. സോ 2c + 2 is equal to 0. 2c + 2 equal to 0, which implies 2c is equal to -2, which implies c is equal to -2 divided by 2 is equal to -1. എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് നമുക്ക് കിട്ടി. എന്താണ്, a ഈക്വൽ ടു -2, b ഈക്വൽ ടു -7 ആൻഡ് c is equal to -1. അപ്പം ഇങ്ങനെ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആയിട്ട് തന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അൺനോൺസ് കണ്ടുപിടിക്കാൻ വന്നാൽ അവയിലെ കറസ്പോണ്ടിങ് എലമെൻസിനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കാം. ഒരു പ്രോബ്ലം കൂടെ നോക്കാം. Find the values of x, y and z from the following equations. X plus y 2, 5 plus z, xy equal to 6, 2, 5, 8. ഇതിനകത്ത് നമുക്ക് എക്സ് വൈ സെഡിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യാം? ഇവിടെ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എന്താ വരിക? എക്സ് പ്ലസ് വൈ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻ്റ് ആണ്. അത് സെക്കൻഡ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റുമായിട്ട് ഈക്വൽ ആയിരിക്കും. സോ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 6. X plus y is equal to 6 and
എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് വൈ ആയിട്ട് ഈക്വൽ ആയിരിക്കുന്നത് ഏതാണ്? 8 ആണ് അല്ലേ? എക്സ് വൈ ഇസ് ഈക്വൽ ടു 8. പിന്നെ നമുക്കൊരു ഇക്വേഷനും കൂടെ ഉണ്ട്. ഇസഡ് കണ്ടുപിടിക്കാവുന്നത് 5 പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു എന്ത് വരും? 5. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റുകൾ രണ്ടും ഈക്വൽ ആയിരിക്കും. സോ 5 പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 5. ഈ 3 ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കാം. എളുപ്പത്തിൽ ഇസഡിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. 5 പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 5. അതിനകത്ത് നമുക്ക് എങ്ങനെ കിട്ടും? ഇസഡ് ഈസ് ഈക്വൽ ടു 5 മൈനസ് 5 ഈക്വൽ ടു 0. ഇനി ഇവിടെ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 6 എന്നും എക്സ് വൈ ഇസ് ഈക്വൽ ടു 8 എന്നും തന്നിട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് കണ്ടുപിടിക്കാം? ഓക്കെ, ഇതിനകത്ത് നമുക്ക് എക്സ് മൈനസ് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ. എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ ആണ്. അതായത് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയറുമായിട്ട് ഒരു -4xyയുടെ ഡിഫറൻസ് ആണുള്ളത്. അപ്പോൾ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയറിനെ നമുക്ക് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് 4xy എന്നെഴുതാം അല്ലേ? ശരിയല്ലേ? ചെയ്ത് നോക്കിക്കേ. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പം എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ ആണ്. -4xy എന്ന് വന്നു കഴിയുമ്പോൾ എന്ത് വരും? 2xy മൈനസ് 4xy മൈനസ് 2xy ആയി. സോ എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ, എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയറിൻ്റെ ഫോമുലയായി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് എക്സ് പ്ലസ് വൈയുടെ വാല്യൂ അറിയാം. എക്സ് പ്ലസ് വൈയുടെ വാല്യൂ എത്രയാണ്? 6. സോ 6 സ്ക്വയർ എന്ത് വരും? 36 മൈനസ് 4xy. എക്സ് വൈയുടെ വാല്യൂ 8. 4 × 8 32. അപ്പോൾ 36 മൈനസ് 32 വാല്യൂ എന്ത് വന്നു? 4 വന്നു. അപ്പോൾ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4. ഓക്കെ, എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ 4 ആണെങ്കിൽ എക്സ് മൈനസ് വൈ എന്തായിരിക്കും? അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ പോരെ? സോ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടിയില്ലേ? അപ്പം നമുക്ക് എക്സ് പ്ലസ് വൈയും അറിയാം, എക്സ് മൈനസ് വൈയും അറിയാം. എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും അറിയാമെങ്കിൽ എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 6 ആൻഡ് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 2. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുമ്പോൾ വൈ ക്യാൻസൽ ആയി പൊക്കോളും. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2x y പ്ലസ് മൈനസ് വൈ 0 ആയി പോകും. 2x is equal to 6 plus 2, 8. So, x is equal to 8/2. 2x 8 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ x is equal to 8/2, 4. x equal to 4 എന്ന് കിട്ടി. x equal to 4 ആണെങ്കിൽ yയുടെ വാല്യൂ എന്തായിരിക്കും? x plus y is equal to 6 ആണ്. x equal to 4. So, y is equal to 4 plus y is equal to 6. So, y is equal to 6 minus 4, 2. So, y is equal to 2. അപ്പോൾ നമുക്ക് ആൻസർ എല്ലാം ആയി. അപ്പോൾ വാല്യൂസ് x equal to 4, y equal to 2 and z is equal to 0. Okay.